സമീപകാലത്ത് പുറത്തുവന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരളത്തിൽ എൽ.ഡി.എഫ് ഭരണത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായി യു.ഡി.എഫ് കണ്ട ഈ പോരാട്ടത്തിൽ യു.ഡി.എഫിന്റെ അഭൂതപൂർവമായ കുതിപ്പാണ് സംസ്ഥാനത്തുടനീളം ദൃശ്യമായത്. ഈ തരംഗം നിലനിന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് പ്രീ പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 110-ലധികം സീറ്റുകളാണ് ടീം യു.ഡി.എഫ് ലക്ഷ്യം വെക്കുന്നത്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആകട്ടെ 63 സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ കണ്ട വിജയവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ ഈ വിഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. 60-ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടിയാൽ യു.ഡി.എഫ് മൊത്തത്തിൽ 110 സീറ്റിന് മുകളിൽ എത്തുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണെന്നും സർവേ വിലയിരുത്തുന്നു. ഇപ്പോഴത്തെ സർവേ ഫലം അനുസരിച്ച് 140 സീറ്റുകളിൽ യു.ഡി.എഫ് 98 സീറ്റുകൾ നേടിയെടുത്ത് അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. നിലവിലെ ഭരണമുന്നണിയായ എൽ.ഡി.എഫ് 41 സീറ്റിലേക്ക് തകർന്നടിയും. എൻ.ഡി.എക്ക് ഒരു സീറ്റ് നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. ഈ ഭരണവിരുദ്ധ തരംഗത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. പിണറായി സർക്കാരിന്റെ ഭരണപരാജയം, അഴിമതി, വിലക്കയറ്റം, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതെല്ലാം യു.ഡി.എഫിന്റെ വിജയത്തിന് വളമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം CPM-ന്റെയും നേതാക്കളുടെയും വിവാദ പ്രസ്താവനകളും സാധാരണ ജനങ്ങളെ പിഴിയുന്ന സർക്കാർ നടപടികളും ജനങ്ങളെ സർക്കാരിൽ നിന്നും അകറ്റി. കൊറോണ കിറ്റ് അഴിമതി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് അഴിമതി, മകന്റെ പേരിലുള്ള ED നോട്ടീസ് മുഖ്യ സംഭവം, PM ശ്രീ പദ്ധതിയിലൂടെ കേരള വിദ്യാഭ്യാസ പദ്ധതിയെ BJPക്ക് അടിയറവ് വെച്ചത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരിദ്ര്യമുക്തി പ്രാപിച്ച സംസ്ഥാനമായുള്ള സർക്കാരിന്റെ പ്രഖ്യാപനത്തെ പോലും ജനങ്ങൾ പരിഹാസത്തോടെയാണ് കണ്ടത്. ഇതെല്ലാം സർവേ ഫലത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകളും പ്രീ പോൾ സർവേയിൽ ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല ജില്ലകളിലും വൻതോതിലുള്ള സീറ്റ് ചോർച്ചയാണ് പ്രവചിക്കപ്പെടുന്നത്. വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ എൽ.ഡി.എഫ് 3 സീറ്റിൽ നിന്ന് 1ലേക്ക് ചുരുങ്ങുമ്പോൾ യു.ഡി.എഫ് 4 സീറ്റുകൾ നേടി മുന്നേറും. കണ്ണൂരിൽ നിലവിലെ 9 സീറ്റിൽ നിന്ന് എൽ.ഡി.എഫ് 4ലേക്ക് വീഴുകയും യു.ഡി.എഫ് 7 സീറ്റുകൾ നേടുകയും ചെയ്യും. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം ഉറപ്പിക്കുന്ന യു.ഡി.എഫ് 15 സീറ്റുകൾ നേടി ആധിപത്യം തുടരും. എൽ.ഡി.എഫ് ആകട്ടെ ഒരൊറ്റ സീറ്റിലൊതുങ്ങും. പാലക്കാട് ജില്ലയിൽ നിലവിലെ 10 സീറ്റുകളിൽ നിന്ന് എൽ.ഡി.എഫ് 4ലേക്ക് ലോഭിക്കുമ്പോൾ യു.ഡി.എഫ് 2 സീറ്റിൽ നിന്ന് 8 ഉയരും. മധ്യ കേരളത്തിൽ എക്കാലത്തും യു.ഡി.എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ സഹായിച്ച ജില്ലകളിലെ മുന്നേറ്റം ഇത്തവണയും നിർണായകമാകും. കഴിഞ്ഞ തവണ കനത്ത തിരിച്ചടി നേരിട്ട തൃശൂരിൽ യു.ഡി.എഫ് 1 സീറ്റിൽ നിന്ന് 8 സീറ്റുകളിലേക്ക് കുതിക്കും. എൽ.ഡി.എഫ് 12ൽ നിന്ന് 5 തകർന്നടിയും. യു.ഡി.എഫ് സ്വാധീന മേഖലയായ എറണാകുളം ജില്ലയിൽ എൽ.ഡി.എഫ് 3ലേക്ക് ചുരുങ്ങുമ്പോൾ യു.ഡി.എഫ് 11 സീറ്റുകൾ നേടും. കോട്ടയം ജില്ലയിൽ എൽ.ഡി.എഫ് 5ൽ നിന്ന് 2ലേക്ക് താഴുകയും യു.ഡി.എഫ് 4ൽ നിന്ന് 7 സീറ്റുകളിലേക്ക് വളരുകയും ചെയ്യും. തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ 5 സീറ്റുകളും നേടിയ എൽ.ഡി.എഫിന് ഇത്തവണ 5 സീറ്റുകളും നഷ്ടപ്പെടും. യു.ഡി.എഫ് ഇവിടെ തൂത്തുവാരുമെന്നാണ് സർവേ ഫലം. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 13 സീറ്റ് നേടിയ എൽ.ഡി.എഫിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആധിപത്യം നിലനിർത്താൻ കഴിയില്ല. എൽ.ഡി.എഫ് 6 സീറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ യു.ഡി.എഫ് 1ൽ നിന്ന് 7ലേക്ക് കുതിക്കും. ഇവിടെ BJP 1 സീറ്റ് പിടിക്കുമെന്നും സർവേ പറയുന്നു. 2 ഘട്ടങ്ങളിലായുള്ള എൽ.ഡി.എഫ് ഭരണത്തിൽ ജനങ്ങൾ ശ്വാസം മുട്ടുകയാണെന്നും ഒരു ഭരണമാറ്റത്തിനായി അവർ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നുമാണ് സർവേയുടെ അന്തിമ വിലയിരുത്തൽ. ടീം യു.ഡി.എഫിൽ ശുഭപ്രതീക്ഷ അർപ്പിച്ച് ജനങ്ങൾ കോൺഗ്രസിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ടീം യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന കണക്കുകൂട്ടൽ ശരിവെക്കുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ജനങ്ങളുടെ പ്രതികരണങ്ങളും.